വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. എ രാജയ്ക്കും CPIM-നും ആശ്വാസം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എ രാജയ്ക്ക് MLA ആയിട്ട് തുടരാം. ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. എ രാജ സംവരണത്തിന് അർഹനാണ് എന്ന് പറയുന്നു. ഹൈക്കോടതിയുടെ വിധിയിൽ പിഴവുണ്ട് എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇതോടുകൂടി എ രാജയ്ക്ക് ദേവികുളം MLA ആയിട്ട് തുടരാം എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിൽ ക്രിസ്തുമത വിശ്വാസിയായ എ രാജ മത്സരിച്ച് ജയിച്ചത് സംബന്ധിച്ച് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിലെ D കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഹൈക്കോടതി രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് രാജ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയുടെ വിധി തന്നെ സുപ്രീം കോടതിയിലും ആവർത്തിക്കുമെന്നായിരുന്നു UDF-ന്റെ പ്രതീക്ഷ. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവായി കിട്ടിയ ആശ്വാസത്തിലായിരിക്കും ഈ നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും LDF. ദേവികുളത്തൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ചിന്തയ്ക്ക് ഉത്തരം വരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരില്ല, കാരണം എ രാജയ്ക്ക് MLA ആയി തുടരാമെന്ന് സുപ്രീം കോടതി കൃത്യമായ വിധി നൽകിയിരിക്കുന്നു. മുൻ MLA ആയിട്ടുള്ള S രാജേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം CPIM-ൽ നിന്ന് അകന്നു കഴിയുന്ന സാഹചര്യം ആണ് ഇപ്പോൾ മൂന്നാറിലെ CPI ഭിന്നത രൂക്ഷം ആക്കാനിടയാക്കിയ സാഹചര്യം. മൂന്നാറിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുള്ള ഭിന്നത, ഇതെല്ലാം ഉള്ള സാഹചര്യത്തിൽ ഇന്നത്തെ വിധി വളരെയധികം ആശങ്കയോടുകൂടിയായിരുന്നു CPIM നോക്കിയിരുന്നത്. ആ ആശങ്ക അസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇപ്പോൾ എ രാജയ്ക്ക് MLA ആയി തുടരാമെന്നുള്ള വിധി വരുന്നു. ഓർക്കുക, മാട്ടുപ്പെട്ടി കുണ്ടള എസ്റ്റേറ്റിലെ ക്രിസ്തുമത വിശ്വാസികളായ അന്തോണി എസ്തർ ദമ്പതികളുടെ പുത്രനായി ജനിച്ച എ രാജ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നയാളാണ് എന്ന് സ്ഥാപിക്കുന്ന നിരവധി തെളിവുകൾ നേരത്തെ ഹൈക്കോടതിയിൽ കുമാർ ഹാജരാക്കിയിരുന്നു. ഇപ്പോൾ അതിനെല്ലാം പ്രത്യുത്തരം എന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി വന്നിരിക്കുന്നു. രാജയ്ക്കും CPM-നും എത്രത്തോളം ആശ്വാസകരമാണ് ഈ വിധി? ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. CPM-നും എ രാജയെ സംബന്ധിച്ച് വളരെ നിർണായകമായ, വളരെ ആശ്വാസകരമായ വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് എ രാജയ്ക്ക് അയോഗ്യതയില്ല, രാജയ്ക്ക് തുടരാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്തുമത വിശ്വാസിയായ രാജയ്ക്ക് സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന D കുമാറാണ് കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ പോകുന്നു, ഹൈക്കോടതി അയോഗ്യനാക്കുന്നു, തുടർന്ന് ഒരു സ്റ്റേ നൽകുന്നു, തൽക്കാലം തുടരാം എന്നൊരു സാഹചര്യത്തിൽ സ്റ്റേ നൽകുന്നു. അതിന് പിന്നാലെയാണ് ഈ D രാജ എ രാജ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അവിടെയാണ് വളരെ നിർണായകമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് ഇടക്കാലത്തേക്ക് ഇപ്പോൾ എന്തായാലും അനുകൂലമായി വിധിച്ച് ഒരു വിധി വന്നിരിക്കുന്നത്. ഹൈക്കോടതി അയോഗ്യനാക്കിയ ആ ഉത്തരവ് സ്റ്റേ ചെയ്യുന്ന സാഹചര്യത്തിലേക്കും പോയിരിക്കുന്നു. എന്തായാലും വളരെ നിർണായകമായ ഉത്തരവാണ്, അല്ലെങ്കിൽ വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് രാജ മത്സരിച്ചത്. രാജ വളരെ മുമ്പ് ക്രിസ്തു മതത്തിലേക്ക് മാറിയതാണെന്നും ആ വിശ്വാസമാണ് പിന്തുടരുന്നത് എന്ന് വിലയിരുത്തിയായിരുന്നു നേരത്തെ ഹൈക്കോടതി 2023-ൽ എ രാജയെ അയോഗ്യനാക്കിയത്. അതിന് പിന്നാലെയാണ് എ രാജ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു വിഭാഗക്കാരായ മാതാപിതാക്കളായിരുന്നു തൻ്റെ മാതാപിതാക്കൾക്കുണ്ടായ മകനായിരുന്നു തൻ്റെ പിതാവെന്നാണ് എ രാജ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. കൂടാതെ 1950 മുമ്പ് കുടിയേറിയതിനാൽ കേരളത്തിലെ സംവരണത്തിന് അർഹതയുണ്ട് എന്നൊരു കാര്യം കൂടി എ രാജ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് വളരെ നിർണായകമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസുമാരായ A അമാനുള്ള PK മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് സുപ്രധാനമായ വിധി. എന്തായാലും ദേവികുളം MLA ആയി എ രാജയ്ക്ക് തുടരാം, എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും എന്നതും കൂടി ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിൽ പറയേണ്ട കാര്യമാണ്. MS
ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കപ്പെട്ടതിന്റെ ആശ്വാസം ഉണ്ട്. ആ ആശ്വാസം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് അത്രത്തോളം ഉചിതമാണോ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, CPIM-ന് അത് വലിയ ആശ്വാസം നൽകുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങൾ, പാർട്ടിക്കകത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഊഹാപോഹങ്ങൾ, ആശങ്കകൾ എന്നിവ അസ്ഥാനത്താവുന്നു. രാജയെ സംബന്ധിച്ചിട്ടും ഈ നിമിഷം ആഹ്ലാദത്തിൻ്റെതാണ്. ഇനി വീണ്ടും ജനപ്രതിനിധിയായിട്ട് തുടരുക തന്നെ ചെയ്യാം എന്നുള്ളതാണ്. രാജ തുടരും എന്നുള്ള ഈ ബ്രേക്കിംഗ് ന്യൂസിലൂടെ ഇനി വാർത്തയ്ക്ക് ഉള്ള മുന്നോട്ട് പോക്ക്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നിരവധി വാർത്തകൾ കാത്തിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം